നമസ്കാരം. തെരഞ്ഞെടുപ്പ് ദിവസമായ ഇന്നേ ദിവസം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഈ സംസ്ഥാനത്തിൻ്റെ തെക്കേ അറ്റമായ പാറശാല നെയ്യാറ്റിൻകര ഭാഗങ്ങളിൽ കാണാൻ സാധിച്ചത്. നമുക്കറിയാം, പല കാര്യങ്ങളിലും നേരത്തെ പല വിഷയങ്ങളിലും ഇത്തരത്തിൽ വ്യത്യസ്തമായ പ്രചരണം നടത്തിയ ദേശീയ കായിക താരവും ലിംഗ ബുക്ക് ജേതാവുമായിട്ടുള്ള ബാഹുലേനാണ് ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പ്രചരണവുമായി തെരഞ്ഞെടുപ്പ് വേദികളിൽ എത്തിയിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, മുന്നണികൾക്ക് വേണ്ടിയല്ല, അദ്ദേഹം ഓരോരുത്തരെയും വോട്ടവകാശങ്ങൾ വിനിയോഗിക്കണം എന്ന ഒരു ആവശ്യവുമായിട്ടാണ് അദ്ദേഹം വ്യത്യസ്തമായ രീതിയിൽ ഇന്നത്തെ ദിവസം ഓടുന്നത്. കൂടാതെ ഇത്രയും പ്രശ്നബാധിതയായ ബൂത്തുകളിൽ അദ്ദേഹം രാഷ്ട്രീയ ഭേദമന്യേ പലരോടും സംസാരിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് ബോധവൽക്കരണം നടത്തിയാണ് അദ്ദേഹം ഇന്നത്തെ രീതിയിൽ വ്യത്യസ്തമായ പ്രചരണങ്ങൾ നടത്തി വരുന്നത്. കൂടുതലായും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ഈ ദിവസം എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടപ്പിലാക്കുന്നു എന്നുള്ളതുൾപ്പെടെ നമുക്ക് ചോദിച്ചറിയാം. വോട്ടം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓടിയാണ് വോട്ടിടാൻ വന്നത്. എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഓടിയത്. ഇത്ര വീട്ടിലിരിക്കുന്നവർ വെയിലായതുകൊണ്ട് പാതി ഒരു വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴേ ഞാൻ ബൂത്ത് പോയപ്പം വളരെ ആൾ കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം ആളെത്തുമെന്നാണ് പറഞ്ഞ് ഞാൻ 102-ാം ബൂത്തിലാണ് വോട്ടിടാൻ വന്നത്. അപ്പോൾ ആൾ കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം ആൾ എത്തുമെന്നാണ്. വെയിൽ നല്ല ചൂട്. കഴിഞ്ഞ വർഷം ഓടിയിട്ടുണ്ട്. ഓടിയാണ് വോട്ടിട്ടത്. സംസാരിച്ച് എല്ലാവരോടും പറഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആണ് വന്നത്. ഒരു 10-30 എല്ലാം കയറി പറഞ്ഞിരുന്നു. എല്ലാവരും വോട്ട് ചെയ്യണം, ആരും മടിച്ചിരിക്കല്ല, നമ്മൾ അവകാശം ഉന്നയിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഓടിയത്. ഇതിനു മുമ്പ് വ്യത്യസ്തമായ നിരവധി ഒരു പ്രചരണങ്ങൾ നടത്തി ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ ഓടിയിട്ടുണ്ട്, ഗുരുവായൂർ ഓടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഓട്ടങ്ങൾ ഓടിയിട്ടുണ്ട്. വിവാദമായ ഓട്ടങ്ങളെല്ലാം ഓടിയിട്ടുണ്ട്. പാറശാല മുതൽ കാസർഗോഡ് വരെ 660 കിലോമീറ്റർ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങൾക്ക് നിങ്ങളിങ്ങനെ ഈ പ്രചരണം നടത്തുന്നുണ്ട്, ആൾക്കാരെ വന്ന് വോട്ട് ചെയ്യാറുണ്ടാവും? ഇത് കണ്ട് പലരും വോട്ട് ചെയ്യുന്നുണ്ട്. വന്ന് വീട്ടിൽ ഇരിക്കുന്നവർ ഉച്ചയ്ക്ക് ശേഷം വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. ആരും മടിച്ചിരിക്കുന്നുണ്ട് വോട്ട്. വെയിലായുണ്ട് ഈ വർഷം. ഇത്ര ചൂടാണ് അനുഭവപ്പെടുന്നത്. ബാഹുലേൻ എന്ന് പറഞ്ഞ ഒരു സ്പോർട്സ് താരമാണ്, ഓട്ടക്കാരനാണ്. ധനുവിച്ചുരം പ്രദേശത്തെ പ്രതികരിച്ച് ഓടുന്ന ആളാണ്. ഇപ്രാവശ്യം വ്യത്യസ്തമായി ഇലക്ഷന് വേണ്ടി മാത്രം ഓടിയ ഒരു വ്യക്തിത്വമാണ്. അത് ഈ വർഷത്തെ ഇലക്ഷന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഇലക്ഷന് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓടിയൊരു വ്യക്തിയാണ് ശ്രീമൻ ബാഹുലേൻ. ഗുണം പലവർക്കും ഉത്തേജനം വരുന്നുണ്ട്. വോട്ട് ചോദിക്കുമ്പോൾ വീട്ടിൽ മടിച്ച് രീതി നിൽക്കുന്ന വ്യക്തികൾ വോട്ട് ചെയ്യാനും ഉത്തേജനം കൊടുക്കുന്നു. ബാഹുലേൻ അങ്ങനെ വന്ന് വോട്ട് ചെയ്യുന്നുമുണ്ട്. തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു പ്രകടനമാണ് പുള്ളി കാഴ്ചവെക്കുന്നത്. കേരളം ഇന്ന് വിധിയെഴുത്തുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ വ്യത്യസ്തമായ ഒരു പ്രചരണവുമായി എത്തുകയാണ് കായിക താരം. നെയ്യാറ്റിൻകരയിലാണ് വ്യത്യസ്തമായ രീതിയിൽ പ്രചരണം നടത്തിയത്. എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്ന ബോധവൽക്കരണവുമായി ദേശീയ കായിക താരവും ലിംഗ ബുക്ക് ജേതാവുമായ ബാഹുലേനാണ് പ്ലക്കാർഡ് ഉയർത്തി വെയിലിനെ പോലും വകവയ്ക്കാതെ ഓടി ബോധവൽക്കരണവുമായി രംഗത്തെത്തുന്നത്. പല വോട്ടർമാരെയും നേരിൽ കണ്ടും പ്രശ്നബാധിത ബൂത്തുകളിൽ രാഷ്ട്രീയ ഭേദമന്യേ ബോധവൽക്കരണവും നടത്തിയാണ് ഈ പ്രചരണം നടക്കുന്നത്. ബാഹുലേന്റെ ഇത്തരം പ്രചരണം പലരെയും കണ്ണ് തുറപ്പിക്കുമെന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ബോധവൽക്കരണത്തിന് പിന്നാലെ ധനുവിച്ചുരം സ്കൂളിൽ ഓടിയെത്തി വോട്ട് ചെയ്താണ് ബാഹുലേൻ തന്റെ പ്രചരണം അവസാനിപ്പിച്ചത്. 10 കിലോമീറ്ററോളം ഓടിയാണ് ബാഹുലേൻ പ്രചരണം പൂർത്തിയാക്കിയത്.